അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച സയ്യിദുൽ വുജൂദ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്തി. റബീഉൽ അവ്വൽ 12 മുഅ്മിനീങ്ങൾ മുഴുവനും ആവേശത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ കാണുന്ന ഒരു ദിവസം എന്ന നിലക്ക്, ഈ ദിവസത്തിന്റെ ബർക്കത്ത് കിട്ടുക എന്ന നിലക്കും ഹബീബിന്റെ പൊരുത്തം ലഭിക്കുക എന്ന നിലക്കും ഒരല്പ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവിടുത്തെ ചരിത്രം പരാമർശിക്കുമ്പോൾ ഏത് ഭാഗം മുതൽ തുടങ്ങി ഏത് ഭാഗം കൊണ്ട് അവസാനിപ്പിക്കണം എന്നറിയാതെ നാം ഒക്കെ അമ്പരന്ന് പോകുന്നൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏത് ഭാഗം എടുത്താലും നമുക്ക് പരാമർശിക്കാൻ ഒരുപാട് കഴിയും. കാരണം ഹബീബ് അത്രയും വലിയ നിറഞ്ഞു നടക്കുന്ന ഒരു മദ്ഹിന്റെ ഉടമയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതമോ, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സൃഷ്ടിപ്പ്, അവിടുത്തെ കുടുംബജീവിതം, അവിടുന്ന് ജനങ്ങൾക്ക് നൽകിയതാകുന്ന സാന്ത്വനം, അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഏതെടുത്താലും മാസങ്ങളോളം പറഞ്ഞാലും എവിടെയും എത്തിക്കാൻ പറ്റാത്ത ഒരു വിശാലമായ വിഷയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വാനോളം പുകഴ്ത്തി അവിടുന്ന് കുറെ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു വരിയാണ് ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത 1,24,000 അമ്പിയാക്കളിൽ നിന്ന് ബാക്കി വരുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും ചേർത്തി വായിച്ചാൽ അവർക്കാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ഉന്നതമായ സ്ഥാനത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേതാകുന്ന സൃഷ്ടിപ്പിലും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിലും എല്ലാം മികച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് മഹാനാകുന്ന ഇമാം ബുസിരി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈ ഒരൊറ്റ വരി തന്നെ വേണമെങ്കിൽ ആഴ്ചകളോളം വിശദീകരിക്കാൻ ഒതുങ്ങുന്ന ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ഒരു കുട്ടി ജനിക്കുന്നത് പോലെ അല്ല, നമുക്കൊക്കെ അറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ജനിച്ച് വളർന്നു വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു പുരുഷൻ പ്രായമാകുമ്പോൾ വിവാഹം നടത്തുകയും അതിനാവശ്യമായതാകുന്ന ഒരു സഹധർമ്മിണിയെ തെരഞ്ഞെടുത്തു, അവർ രണ്ടാളുമുള്ള ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഇതേതാണ് കുട്ടി, ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ അല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ, ആ കുട്ടിയുടെ സ്വഭാവം എന്തായിരിക്കും എന്നൊന്നും ഒരൈഡിയയും ഒരു മാതാപിതാക്കൾക്കുണ്ടാകാറില്ല. നേരെ മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു കുഞ്ഞാണ് അവിടുന്ന് ഈ ലോകത്തോട് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരു ചെറിയ സല്ലത്ത്, ഒരു അപാകത സംഭവിച്ചപ്പോ അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഉപ്പാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാമിന് ഒരു ചെറിയ ഒരു സല്ലത്ത്, ഒരു അപാകത വന്ന സമയത്ത് അത് വിട്ടുപുറത്ത് മാപ്പ് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ചെയ്ത മാർഗം വരാനിരിക്കുന്ന പേരമകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായിരുന്നു അവിടുന്ന് മാപ്പ് കിട്ടാൻ ഉണ്ടായ ഒരു കാരണം. മഹാനാകുന്ന സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശൈഖുൽ അംബിയ ആണ്. മഹാനവറുകൾക്ക് 950 വർഷക്കാലം ഇസ്ലാമിക ദഅവത്തിൽ പ്രവർത്തനത്തിൽ മഹാനവറുകൾ ഏർപ്പെടുകയും അവിടെ നിന്ന് പരാജയപ്പെടുകയും അവസാനം അവിടുന്ന് സമുദായത്തിനെതിരെ പ്രാർത്ഥിക്കുകയും സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അല്ലാഹു വലിയ ജലപ്രളയമിറക്കുകയും അതിൽ കപ്പലുണ്ടാക്കാൻ വേണ്ടി കാലേ കൂട്ടി അല്ലാഹു നിർദ്ദേശിക്കുകയും 2 തട്ടിലുള്ള കപ്പലുകൾ മഹാനവറുകൾ സൃഷ്ടിക്കുകയും ആ കപ്പലിൽ മഹാനവറുകൾ 3 മാസത്തോളം മഹാനവറുകൾ കഴിഞ്ഞുകൂടുകയും അവസാനം ജൂദിയ പർവ്വതത്തിന്റെ അടുത്ത് വന്ന് ആ കപ്പൽ അണയുകയും മഹാനവറുകൾ ആ ജൂദിയ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി അവിടെ നിന്ന് അഭയം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത വിശാലമായ സംഭവം. ബഹുമാനപ്പെട്ടവർ ചെയ്തതെന്താണ്? അവിടെ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയെന്നും അവിടുത്തെ ചരിത്രത്തിലും ഹദീസിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മൗലിദ് മങ്കൂസിലും പറഞ്ഞിട്ടുള്ളത്. വസ്തഗാസ ബിഹി നൂഹൻ അലൈഹിസ്സലാം. മഹാനാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് വരാനിരിക്കുന്ന പ്രവാചകരെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. ആദം നബി തവസ്സുൽ നടത്തിയപ്പോ ശൈഖുൽ അംബിയ ആകുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് മഹാനാകുന്ന സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പാപ്പയാണ് നബി തങ്ങളുടെ. ആ ഉപ്പാപ്പയാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെടുമ്പോ മാസങ്ങളോളം ആയിരക്കണക്കിന് ജോലിക്കാർ പണിയെടുത്തിട്ട് വെട്ടിക്കൊണ്ടുവന്നതാകുന്ന വൃക്ഷത്തിന്റെ കമ്പുകൾ കൊണ്ട് വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയും അതിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയാതെ ഒരു ഇരുമ്പിന്റെ ദണ്ടുപയോഗിച്ച് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിലൂടെ ഉരുട്ടിയിട്ടാണ് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുള്ളത്. മഹാനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിലെത്തിയ സമയത്ത് മഹാനവറുകൾ അവിടെ നിന്ന് നടത്തിയത് എന്താണ്? ബഹുമാനപ്പെട്ടവരെ അല്ലാഹു തആല സംരക്ഷിക്കുകയാണ്. ആ തീനെ അല്ലാഹു തആല ഏസിയാക്കി കൊടുക്കുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. ഓ തീയിനോട് നമ്മൾ ആ സമയത്ത് പറഞ്ഞു, തീയെ നിനക്ക് കരിക്കാൻ കഴിവിനെ തന്നത്, ഇഹ്റാഖിന് കൂവത്ത് തന്നത് അത് നാമാണ്. അതുകൊണ്ട് അത് ദുരുപയോഗപ്പെടുത്തരുത്, അത് ആവശ്യത്തിനെ ഉപയോഗിക്കാവൂ. ഈ വന്നിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഖലീലായ ഇബ്രാഹിം നബിയാണ്. ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നീ കരിച്ചു കളയരുത്. മറിച്ച് ഇബ്രാഹിം നബിക്ക് നിന്റെ പ്രകൃതിയും സ്വഭാവവും ഒക്കെ ഒന്ന് മാറിയിട്ട് നീ ഒരു എസിയായി മാറണം, എയർ കണ്ടീഷനായി മാറണം, അധികം തണുപ്പോ അധികം ചൂടോ ആയി മാറരുത് എന്ന് പറഞ്ഞ് അവിടുത്തെ സലാമത്തിന് വേണ്ടി തീയിനോട് അല്ലാഹു തആല ആ രൂപത്തിൽ കൽപ്പിക്കുകയും തീ അങ്ങനെയായി മാറുകയും ബഹുമാനപ്പെട്ടവർ 7 ദിവസത്തിലധികം ആ തീക്കുണ്ടാരത്തിൽ കിടന്നിട്ട് പോലും മഹാനവറുകൾക്ക് ഒരു രോമത്തിന് പോലും ഒരു കുഴപ്പവും പറ്റാതെ സുഖസുന്ദരമായി എസിയിലിരിക്കുന്ന പോലെ മഹാനവറുകൾ ആ തീക്കുണ്ടാരത്തിൽ ഇരിക്കുകയാണ്. ഒരു കുഴപ്പവും പറ്റിയില്ല. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? മഹാനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ അന്ന് ബഹുമാനപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ കുട്ടിയുടെ ബീജം അന്ന് അല്ലാഹു തആല അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതവിടെ അവശേഷിക്കുകയാണ്. കാരണം ആ ഇസ്മായിൽ നബി പുറത്തേക്ക് വരണം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് വരാനുള്ളതാകുന്ന കവാടമാണ്. ആ വഴിയിലൂടെയാണ് ബഹുമാനപ്പെട്ട മുത്തുനബി വരുന്നത്. ആ മുത്തുനബി ഇങ്ങോട്ട് വരണമെങ്കിൽ ഇബ്രാഹിം നബിക്ക് ഒരു പോറൽ പോലും സംഭവിച്ചുകൂടാ, അവിടെ നിന്ന് നശിച്ചുകൂടാ. അത് അള്ളാഹുവിന്റെ മുമ്പേയുള്ള തീരുമാനമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഹബീബായ നബി തങ്ങളുടെ സ്വഭാവവും അവിടെ നിന്ന് മാർക്കം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രസവിക്കപ്പെടുക എന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളറും എല്ലാം വിശദീകരിച്ചു കൊടുത്തതുകൊണ്ട് പൂർവികരൊക്കെ കാത്തിരിക്കുന്നു. മനുഷ്യനെന്ന് വേണ്ട, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാറ സൗറിൽ പോയി അഭയം പ്രാപിച്ച സമയത്ത്
മഹാനായ സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ആഞ്ഞു കൊത്തിയതാകുന്ന സർപ്പം വരെ അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ തൗറാത്ത് കേട്ടിട്ടുണ്ട്. ആ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളെ കൂട്ടത്തിൽ വരാനിരിക്കുന്നു എന്ന് കേട്ടപ്പോ ഞാൻ അന്ന് ആ തൗറാത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ പ്രയാസം കാഠിന്യം കാരണം കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓറസൗറിന്റെ ഉള്ളിൽ വന്ന് അഭയം പ്രാപിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അന്ന് വന്ന് 2000 വർഷത്തിലേറെയായി ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ ഒരു മാളത്തില് വരാനിരിക്കുന്ന ഖാതിമുർ റസൂലായ ലോകത്തിന്റെ നേതാവായ മുത്തിനെ കാണാൻ പ്രതീക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ കാലിന്റെ വിരൽ വെച്ചിട്ട് എന്റെ മാളം അടച്ചു കഴിഞ്ഞത്. എനിക്ക് 2000 കൊല്ലക്കാലത്തെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരുന്ന എന്റെ മുത്തിനെ കാണാൻ കഴിയാതെ നിങ്ങൾ എനിക്ക് മറയിട്ട് തന്ന കാരണത്തിന്റെ പേരിലാണ് ഓ സിദ്ദീഖ് തങ്ങളെ നിങ്ങളെ കാലിൽ ഞാൻ ആഞ്ഞു കൊത്തിയിട്ടുള്ളത്. കാലെടുക്കൂ സിദ്ദീഖ് എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ ഹബീബിനെ കാത്തിരിക്കുന്ന എനിക്ക് കണ്ടേ മതിയാകൂ എന്ന നിലക്ക് ഞാൻ കൊത്തിയതാണ്. എനിക്ക് മാപ്പ് തരണേ തങ്ങളെ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഒരു സർപ്പം പോലും സംസാരിച്ചെങ്കിൽ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, 10,000-കണക്കിന് കൊല്ലങ്ങൾ ലോകം കാത്തിരുന്നു. മനുഷ്യനെന്ന് വേണ്ട, മൃഗങ്ങളെന്ന് വേണ്ട, ഇവിടത്തേതാകുന്ന സസ്യങ്ങളെന്ന് വേണ്ട, ഇവിടത്തെ കരപദാർത്ഥങ്ങളടക്കം, ലോകത്ത് കാണുന്ന വിവിധങ്ങളായ വസ്തുക്കൾ അടക്കം അള്ളാഹുവിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി എന്നവർക്ക് ആമിന ബീവിയിൽ ഉണ്ടാകുന്ന ഈ കുഞ്ഞ് ജനിക്കുന്നത്. ജനിച്ചപ്പോഴോ സുബ്ഹാനല്ലാഹ് ആ ഉമ്മ ഗർഭിണിയാകുന്നേ ഉള്ളൂ. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ ആഴ്ചയിലും വേറെ വേറെ നബിമാരും മഹാന്മാരും ഒക്കെ വന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയാ, യാ ആമിന, ഓ മോളെ ആമിന, നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അത് വലിയ സംഭവമാണ്, അത് ലോകത്തിന്റെ പ്രവാചകരാണ്, അത് അന്ത്യപ്രവാചകരാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട ബീവി ആമിനക്ക് വല്ലാത്ത സന്തോഷമാണ്. മറ്റൊരു ഗർഭിണിയെ പോലെയല്ല. ഗർഭിണികളുടെ മനസ്സിന്റെ അടിത്തളയിൽ നിറഞ്ഞു കിടക്കുന്നത് പ്രയാസത്തിന്റെയും വിഷമത്തിന്റെയും ചിന്തകളാണ്. അവർക്ക് പല ജാതി വിഷമങ്ങളും ടെൻഷനുകളുമാണ്. ബഹുമാനപ്പെട്ട ബീവി ആമിനക്ക് സന്തോഷമാണ്. കാരണം ഓരോ ദിവസവും വരാനിരിക്കുന്ന കുട്ടിയുടെ മഹത്വത്തെക്കുറിച്ച് അമ്പിയാക്കളാകുന്ന പൂർവീകർ വന്നുകൊണ്ട് സ്വപ്നത്തിലൂടെയും അല്ലാതെയും അറിയിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആമിന ബീവി വലിയ സന്തുഷ്ടയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രതീക്ഷിച്ച് കാലങ്ങളായി കാത്തിരുന്ന പ്രവാചകർ ഈ ലോകത്തേക്ക് ആഗമനം ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം എത്രയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്ന പോലെയാണ് അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സൃഷ്ടിപ്പ്. അതാണ് ഇമാം ബുസ്രി തങ്ങളും പറഞ്ഞിട്ടുള്ളത്, ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. അവിടുത്തെ സൃഷ്ടിപ്പോ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ ഒരാളും മിൻ കറാമത്തി ലം യറ അഹദുൻ സൗഅതി, എന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, എന്റെ ഔറത്ത് ഒരാളും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഉലിത്തു മഖ്തൂന, എന്നെ ഖിതാൻ ചെയ്യപ്പെട്ടതായിട്ട്, ചേലാകർമ്മം ചെയ്യപ്പെട്ടതായിട്ടാണ് എന്നെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി പലയാതി മഹത്വങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനിക്കുണ്ടെങ്കിൽ അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ബഹുമാനപ്പെട്ട കിനാന കബീലയിൽ വെച്ച്, ഹാഷിമ മുത്തലിബിയിൽ വെച്ച് അതിന്റെ സത്തായിക്കൊണ്ട് ഏറ്റവും അധികം തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകക്കാരനാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ ലസ്തു ക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെപ്പോലെയുമല്ല. കാരണം ഞാൻ ആരാണ്? അന സ്വാഹിബു ലിവാഇൽ ഹംദ്, ലിവാഉൽ ഹംദാകുന്ന പതാക എന്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് ഞാനാണ്. സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് ഞാനാണ്. അവിടെ ഏറ്റവും വലിയ ആദ്യമായി നടക്കുന്ന ശഫാഅത്ത് എന്റെ ശഫാഅത്താണ്. വ അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ, ഞാനാണ് ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നവൻ. എന്റെ ശഫാഅത്താണ് ആദ്യമായി സ്വീകരിക്കപ്പെടുന്ന ശഫാഅത്ത്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, വൻകുറ്റങ്ങൾ വരെ ചെയ്ത ആളുകൾ എന്റെ ഉമ്മത്തുകളെ കൂട്ടത്തിൽ, അവർക്കാണ് എന്റെ ശഫാഅത്ത് ഉള്ളത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവം, അവിടത്തേതാകുന്ന സൃഷ്ടിപ്പ്, എല്ലാ വിഷയത്തിലും നിസ്തുല്യനായ പ്രവാചകരാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഇമാം ബുസിരി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ശരീരത്തിന്റെ ആകൃതി, അവിടെ നിന്നെങ്ങാനും ഒരു സദസ്സിൽ നിന്നാൽ എത്ര ജനങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ തലയിടുപ്പോടുകൂടെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ആരാണ് ഈ മുഹമ്മദ് നബി, ഏതാണ് മുഹമ്മദ് നബി എന്ന് അന്വേഷിക്കേണ്ടതില്ല. അവർക്കൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പിന്നെ അപൂർവമായി ചില അറാബികളൊക്കെ അവർ ഗ്രാമീണരായതുകൊണ്ട് ജനങ്ങളുടേതാകുന്ന സമ്പർക്കമില്ലാതെ കാട്ടിലും മലയിലുമൊക്കെ താമസിച്ചത് കൊണ്ട് വന്നപ്പോ മത്തസാ എന്നൊക്കെ ചോദിച്ച ഹദീസുകളിലൊക്കെ അയ്യുക്കും മുഹമ്മദ്, ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജനങ്ങളോട് അവർക്ക് സമ്പർക്കം കുറഞ്ഞതുകൊണ്ട് അവരിൽ നിന്ന് വന്നതാകുന്ന ഒരു സാഹചര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇൽമിന്റെ വിഷയത്തിലേക്ക് എടുത്താലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവികരായ പ്രവാചകന്മാർ, ഉദാഹരണം ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചത് അതിലും വലിയ ഹഖീഖത്തിന്റെ ഉലൂമുകൾ അറിയുന്ന ആത്മീയ ജ്ഞാനം മറ്റൊരു നിലക്കുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ബല്യബിന് മൽക്കാൻ ഖദർ അലൈഹിസ്സലാമിന്. അതുകൊണ്ട് ഖദർ അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയി നിങ്ങൾ ഇൽമു പഠിക്കണം എന്ന് പഠിപ്പിച്ചത്, ആ വിശാലമായ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ അടക്കം ഉദ്ധരിച്ചത് നമുക്കറിയുന്നതാണ്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ടവര് ഇൽമു പഠിക്കാൻ വേണ്ടി പോയ സംഭവം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചതാണ്. അന്നത്തെ പരീക്ഷണവും അന്ന് സംഭവിച്ചതാകുന്ന കാര്യങ്ങളും ബഹുമാനപ്പെട്ടവർക്ക് അന്ന് അമാനുഷികതമായി കണ്ടതാകുന്ന ഓരോ രംഗങ്ങളുമൊക്കെ സുബ്ഹാനല്ലാഹ് സൂറത്തുൽ കഹ്ഫ് അധ്യായത്തിലൂടെ നാം ഓരോരുത്തരും പഠിച്ചവരും അറിയുന്നവരും അത് പ്രഭാഷണം നടത്തുന്നവരും ഒക്കെയാണ്. ആ സംഭവം ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വരെ ഉസ്താദാണ് ഒരർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖദർ അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രവാചകരുടെ ശരീഅത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് നിസ്കരിച്ചിട്ടും നോമ്പനുഷ്ഠിച്ചിട്ടും സാധുക്കളാകുന്ന നമ്മെപ്പോലെ മുഹമ്മദിയ ശരീഅത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം അമൽ ചെയ്യുന്നത് എന്നത് തന്നെ നമുക്ക് പഠിക്കാൻ അതിലൊരു പാഠമുണ്ട്. കലീമുല്ലാഹി മൂസ നബിയുടെ വരെ ശൈഖും ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ ഒരു മെമ്പറാണ് എന്ന് പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈജ്ഞാനിക രംഗം എത്ര വലുതാണെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഹബീബായ നബി തങ്ങളുടെ ഏത് മേഖലകൾ എടുത്താലും വലിയ ഉന്നതി ആർജിച്ച സ്ഥാനമാണ് നബി തങ്ങൾക്കുള്ളത്. ഇനി കർമ്മശാസ്ത്രത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെല്ലുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇമാം റാസി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും മുഹമ്മദുർ റംലി തങ്ങളും യോജിച്ച് പറഞ്ഞ ഒരു തീരുമാനമുണ്ട്. ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുമാരിൽപ്പെട്ട നാം ആരെങ്കിലും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് കടന്നു വന്നു എന്ന് സങ്കല്പിക്കുക. ഹബീബായ നബി തങ്ങൾ വന്ന് എന്നിട്ട് ഇവനോട് മോനെ നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ചുകൊണ്ട് വേണം ആ നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. ആ നബിയുടെ ഉത്തരം ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും റംലി ഇമാമും അഭിപ്രായമെങ്കിൽ, അതേ സമയത്ത് നബി തങ്ങളല്ലാത്ത മറ്റ് നബിമാരാരെങ്കിലും ഒന്ന് വിളിച്ചാൽ പോകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു വിഭാഗം ആളുകൾ പോകണമെന്നും ഒരു വിഭാഗം പോകൽ നിർബന്ധമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് മുത്തുനബി വിളിച്ചാലോ അവിടെ കൈയഴിച്ച് പോകണം എന്നുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ യോജിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. ഇത്രയും വലിയ സ്ഥാനം, കാരണം അള്ളാഹുവിന്റെ തീരുമാനം അതാണ്, അള്ളാഹു തആലയുടെ തീരുമാനം അതാണ്. എന്റെ ഹബീബ് വിളിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ എന്നോട് അഭിമുഖമായി സംസാരിക്കുന്നെങ്കിൽ അത് നിർത്തിച്ചു വെച്ചിട്ട് പോലും എന്റെ ഹബീബിന്റെ വിളിക്ക് ഉത്തരം നൽകലാണ് എനിക്കിഷ്ടമെന്നാണ്
എന്നാണ് അല്ലാഹു ജല്ല ജലാലുഹു തആലയുടെ തീരുമാനം. ഈ രൂപത്തിലുള്ള ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്തുല്യതയിൽ നിന്നും നിസ്തുല്യതയിലേക്ക് ഒരിക്കലും എത്തിപ്പെടാത്ത വലിയ സ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവാചകർ. ഇതിന് സമാനമായി ഒരാൾ ഇനി ജനിക്കാനോ ഇതിനു മുമ്പ് ജനിച്ചിട്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ ഈ ചരിത്രത്തിന്റെ താളുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ അസാധാരണക്കാരനാണെന്ന് മാത്രമല്ല, അവിടുത്തെ ഭാര്യമാരോട് വരെ ഖുർആൻ പറഞ്ഞത് യാ നിസാ അന്നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ഓ ഭാര്യമാരെ, നിങ്ങളാരും തന്നെ സാധാരണ സ്ത്രീകളെ പോലെയല്ല, ലോകത്തുള്ള ഒരു സ്ത്രീകളെ പോലെയുമല്ല, നിങ്ങൾക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അഹ്ലുബൈത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതെന്താ? അഹ്ലുബൈത്തിനോടും പറഞ്ഞതെന്താണ്? നിങ്ങളെ നമ്മൾ വയുത്തഹിറുക്കും തത്ഹീറ, നിങ്ങളെ നമ്മൾ വലിയ രൂപത്തിൽ നിങ്ങളെ ഒരു പ്രത്യേക ഒരു സ്ഫുടം ചെയ്തെടുക്കൽ നടത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഹബീബാകുന്ന നബി തങ്ങളുടേതാകുന്ന കുടുംബമാണ്. കഴിഞ്ഞില്ല ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ലോകത്ത് നൽകപ്പെട്ട ലോകത്ത് ഇറക്കപ്പെട്ട ഉമ്മത്തുകളിൽ സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണ്. കാരണം ഖൈറുൽ ഖൽഖായ അഫ്ളലുൽ ഖൽഖായ അഫ്ളലുൽ ബശറായ മുത്തുനബിയുടെ ഉമ്മത്തായത് കൊണ്ട് നിങ്ങൾ അഫ്ളലായ ഉമ്മത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, റബ്ബേ എന്റേതാകുന്ന സ്വദർ, എന്റെ ഹൃദയം നീ ഒന്ന് വിശാലമാക്കി അതൊന്ന് നല്ല പ്രകാശിപ്പിക്കുന്നതായി സ്ഫുടം ചെയ്തെടുത്ത് തരണേ അല്ലാ എന്ന് ചോദിച്ചു വാങ്ങുകയാണ്. അതേ സമയത്ത് മുത്തുനബിയോട് അല്ലാഹു തആല പറഞ്ഞത് അലം നശ്റഹ് ലക സ്വദറക, നേരത്തെ തന്നെ നബിയെ തങ്ങളുടെ ഖൽബിനെ നമ്മൾ ഇൻശിറാഹ് ചെയ്തിട്ടുണ്ട്, അത് വൃത്തിയായി സ്ഫുടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ചോദിക്കേണ്ട ആവശ്യം വരെ വന്നിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയത അല്ലാഹു ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നാം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അവിടുത്തെ ഹൃദയം എടുത്ത് അല്ലാഹു തആല 4 പ്രാവശ്യം മാലാക്കമാരെ കൊണ്ട് വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിൽ ഇൽമും മഅരിഫത്തും അതിൽ നൂറും പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മോട് വലിയ സ്നേഹമുള്ള കാരുണ്യമുള്ള കരുണക്കടലാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, നമ്മുടെ ആത്മാവിന്റെ ഉപ്പയും ഉമ്മയും എല്ലാമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മഹാനാകുന്ന ജദ്ദി സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി തങ്ങൾ വരെ പറഞ്ഞത് അതുകൊണ്ടാണ്, ഓ നബിയെ തങ്ങൾ ഞങ്ങളെ ഉപ്പയാണോ അല്ലെങ്കിൽ ഉമ്മയാണോ? അവരിലൊന്നും തങ്ങളെപ്പോലെയുള്ള ഒരു പ്രഭ ഞങ്ങൾ കണ്ടിട്ടില്ല, തങ്ങളെപ്പോലെയുള്ള ഒരു സ്വഭാവം ഞങ്ങൾക്ക് കണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അത്രയും വലിയ കാരുണ്യക്കടലാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഉമ്മത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ഹബീബാകുന്ന തങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ ഖബറിൽ കിടന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഓരോ അമലുകളും അവിടത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ഒരു സല്ലത്ത് കണ്ടുപോയാൽ ഉടനെ തന്നെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞതെന്താ? ഫസ്തഗ്ഫിർതു ലഹു, ഞാൻ അവനക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. ഇൻ വജത്തുഹു ഖൈറാ ഫഹമിത്തുല്ലാഹ വ ഇൻ വജത്തുഹു ശർറൻ ഫസ്തഗ്ഫിർതു ലഹു. വല്ല ഖൈറും അവൻ ചെയ്തു ഉമ്മത്തിൽ ഒരു മെമ്പർ ചെയ്തെന്ന് കാണുമ്പോൾ ഞാൻ അല്ലാഹു തആലാനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപാകത ഒരുത്തൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവന് വേണ്ടി മാപ്പപേക്ഷിക്കുകയാണ്. ആ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടാണ് വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ആ അത്ഭുതകരമായ ലോകത്തിലേക്ക് പിന്നീട് അതിനെ മടക്കപ്പെടുന്നത് എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, തീർച്ചയായും നിങ്ങൾ അറിയണം നിങ്ങളിലുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ ആ രൂപത്തിൽ ഇന്നും നമ്മളിൽ ഒരാളെ പോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബിനെ നാം ഓരോരുത്തരും തിരിച്ചങ്ങോട്ടും അതുപോലെ സ്നേഹിച്ച് ആ ഹബീബിന്റെ കൂടെ നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ, അവിടത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ, അവിടുത്തെ ജന്നാത്തുൻ നഈമിൽ എത്തിപ്പെടാൻ, അവിടുത്തെ ഹൗദ് കുടിക്കാൻ, അവിടുത്തെ മുറാഫ
മുറാഫഖത്തും മഅയ്യത്തും ലഭിക്കാൻ, അവിടുത്തെ പുന്നാര ഖദമൊന്ന് പിടിച്ച് ചുംബിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ നഫ്സടക്കം എൻ്റെ പ്രിയപ്പെട്ട മുഹിബുകൾ എല്ലാവരും സജീവമായി പ്രവർത്തിക്കുകയും ആ നബിയുടെ പൊരുത്തവും അത് കാരണം അല്ലാഹുവിന്റെ പൊരുത്തവും ലഭിക്കുന്ന കൂട്ടത്തിൽ നാം ഓരോരുത്തരും പെട്ട് അകപ്പെടണം. അതിനുവേണ്ടി നാം ഒക്കെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞു നിർത്തുന്നു. റഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാമുൽ ഗുയൂബാകുന്ന രാജ സയ്യിദായ റബ്ബേ, ആ ഹബീബിന്റെ പൊരുത്തവും അവിടുത്തെ മഹബത്ത്, അവിടുത്തെ ഇഷ്ക് ഞങ്ങൾക്ക് നീ ഒരുപാട് നൽകണം റഹ്മാനെ. ആ ഹബീബിന്റെ ചാരത്ത് ഞങ്ങൾ എത്തിക്കണം റഹ്മാനെ. ആ ഹബീബിന്റെ പൂമുഖം കണ്ട് ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. ആ ഹബീബിനെ നാളെ ഖബറിലും കണ്ട് ആസ്വദിക്കാൻ, അവിടുത്തെ പൂമുഖം കണ്ട് രസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ ഹൗള് കുടിച്ച് ദാഹം തീർക്കാനും അവിടുത്തെ ലിവാഉൽ ഹംദാകുന്ന പതാകന്റെ കീഴിൽ ഒരുമിച്ചുകൂടി ജന്നാത്തുൻ നഈം സ്വർഗത്തിലെത്താനും അങ്ങനെ തുടങ്ങി ഹബീബിന്റെ മുറാഫഖത്തിലായി ജീവിക്കാനും ഒക്കെ സാധുക്കളാകുന്ന ഞങ്ങൾക്ക് ഇതിന്റെ ഒക്കെ കാരണം കൊണ്ട് നീ ഒരു തൗഫീഖിനെ സൃഷ്ടിക്കണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.